നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാമത് സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിനൊന്നാം സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് 2 ബില്ലുകൾ അവതരിപ്പിക്കുകയും ചർച്ച കൂടാതെ പാസ്സാക്കുകയും ചെയ്തു. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് സഭയിൽ നിന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ വാക്കാൽ മറുപടി നൽകിയത്. പൊതുവിതരണ ശൃംഖലയിലെ കേന്ദ്ര ഇടപെടൽ, പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ, സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണം, വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് കാര്യമായ ഇടപെടൽ വിപണിയിൽ ഉണ്ടാവുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. 42 രൂപയുടെ അരി 12 രൂപ കുറച്ചാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് വന്ന ശേഷം 70 പുതിയ മാവേലി സ്റ്റോറുകൾ തുറന്നിട്ടുണ്ടെന്നും ഓണത്തിന് മുൻപ് 1000 കെ സ്റ്റോറുകൾ തുറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ സംസ്ഥാനത്ത് 488 റേഷൻ കടകൾ കെ സ്റ്റോറുകളായി പ്രവർത്തിച്ചു വരികയാണ്. 427 റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളാക്കുന്ന നടപടി അന്തിമഘട്ടത്തിലാണ്. ഓണത്തിന് മുമ്പ് 1000 കെ സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തന സജ്ജമാകും സാർ. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള റേഷൻ വ്യാപാരികൾക്ക് ഇതിലൂടെ അധിക വരുമാനം നേടാൻ കഴിയുന്നുമുണ്ട്. സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് പാറ്റേൺ ഉയർത്തുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി വീണ ജോർജ് ചോദ്യോത്തര വേളയിൽ പറഞ്ഞു. പ്രതിദിനം സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് സ്റ്റാഫ് സ്ട്രെങ്തും കൂട്ടുന്നതിനായി നടപടികൾ എടുത്തുവരുന്നതായി മന്ത്രി നിയമസഭയെ അറിയിച്ചു. ആർദ്രം ദൗത്യരേഖ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാഫ് പാറ്റേൺ ഘട്ടം ഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ ആരോഗ്യമേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. കേസിൽ കാര്യക്ഷമവും സുതാര്യവുമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു. അമ്മയുടെ പെറ്റീഷനാണ് തരുന്നത്. ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി. അവസാനം പറയുന്നത് CBIക്ക് വേണമെന്നാണ്. അത് വായിച്ച ഉടനെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ CBIക്ക് വിടാം. അന്ന് തന്നെ അതിൻ്റെ സർക്കാർ ഉത്തരവും ഇറങ്ങുകയാണ്. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ നേടിയ ശ്രീ പ്രഭാവർമ്മയെ നിയമസഭ അനുമോദിച്ചു. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച ശ്രീ പ്രഭാവർമ്മയ്ക്ക് സഭയുടെ അനുമോദനം. പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ സരസ്വതി സമ്മാൻ വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. സരസ്വതി സമ്മാൻ ലബ്ധിയിൽ അദ്ദേഹത്തെ അനുമോദിക്കുന്നു. നമ്മുടെ കേരളത്തിന് ലഭിച്ച ഏറ്റവും ഉദാത്തമായ ഒരു പുരസ്കാരം തന്നെയാണ്. പ്രഭാവർമ്മയിലൂടെ നമ്മുടെ നാടും നമ്മുടെ മലയാള ഭാഷയും ധന്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രഭാവർമ്മയ്ക്ക് കിട്ടിയ പുരസ്കാരം മലയാള ഭാഷയ്ക്കും മലയാള കവിതയ്ക്കും കിട്ടിയ സമ്മാനമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. 15ാം കേരള നിയമസഭയിലെ അംഗങ്ങളുടെ ഒരു ഫോട്ടോ സെഷൻ നിയമസഭാ സമുച്ചയത്തിലെ തന്നെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് ഇന്ന് നടന്നു. പതിനൊന്നാം സമ്മേളനത്തിലെ ചെയർപേഴ്സൺമാരുടെ പേരുകൾ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തു. ചെയർപേഴ്സൺമാരുടെ പാനൽ ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ VK പ്രശാന്ത്, ശ്രീ GS ജയലാൽ, ശ്രീ T സിദ്ദിഖ് എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തേക്കുള്ള ചെയർപേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. മദ്യനയം അട്ടിമറിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. സംസ്ഥാനത്തെ മദ്യനയം അട്ടിമറിച്ചുവെന്നും അതിനായി നടത്തിയ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വന്നിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും പറയപ്പെടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും ശ്രീ റോജി M ജോണും മറ്റ് 5 പേരുമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. ഓർഡർ റൂൾ 50 സംസ്ഥാനത്തെ മദ്യനയം അട്ടിമറിച്ചുവെന്നും അതിനായി നടത്തിയ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വന്നിട്ടും
കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ റോജി എം ജോൺ, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിഷയം വളരെ ഗൗരവമുള്ളതാണെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നും ശ്രീ റോജി എം ജോൺ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അടിയന്തരമായ അന്വേഷണം വേണമെന്ന് LDF-ന്റെ കൺവീനർ തന്നെ പറയുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണം. ഇതിനെ സംബന്ധിച്ച് വിജിലൻസിന്റെ പരിശോധന നടക്കണം. ഇത് സംബന്ധിച്ച് കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. ഇതിന്റെ അഴിമതിയുടെ ചുരുളുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന് മറുപടി പറഞ്ഞ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MV രാജേഷ് വ്യക്തമാക്കി. മദ്യനയം രൂപീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ ഘട്ടം എക്സൈസ് വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയാണ്. ഈ വർഷം നയം ആവിഷ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രാഥമിക ചർച്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ജൂൺ 12, 13 തീയതികളിലാണ് ആ ചർച്ച നടത്താനിരിക്കുന്നത്. ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ആർക്ക് എന്നില്ലാതെ ഒരാൾ മദ്യനയത്തിൻ്റെ പേരിൽ പണം ആവശ്യപ്പെടുന്ന വാട്സാപ്പ് വോയിസ് ക്ലിപ്പാണ് വന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സർക്കാർ ശക്തമായ നടപടിയെടുത്തു. എൻ്റെ ഓഫീസ് തന്നെ DGPക്ക് അത് സംബന്ധിച്ച് പരാതി കൊടുത്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിനു പിന്നാലെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്തേ മതിയാവൂ. അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ്. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകി. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതു മൂലമുള്ള ട്രാഫിക് പ്രശ്നങ്ങളും അപകടങ്ങളും സംബന്ധിച്ച് ശ്രീ TP രാമകൃഷ്ണൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞു. കേരളത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ, ഡ്രെയിനേജ് പൈപ്പുകൾ, ഗ്യാസ് പൈപ്പ് ലൈൻ, ഇലക്ട്രിസിറ്റി കേബിളുകൾ, ഇന്റർനെറ്റ് ഫോൺ കേബിളുകൾ തുടങ്ങിയവ പ്രധാനമായും കടന്നുപോകുന്നത് പൊതുമരാമത്ത് റോഡുകളിലൂടെയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിലൂടെ യൂട്ടിലിറ്റി സ്ഥാപിക്കുന്നതിന് അപേക്ഷിക്കുന്നതിനും അനുമതി ലഭ്യമാക്കുന്നതിനും റൈറ്റ് ഓഫ് വേ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. 6 സബ്മിഷനുകൾക്കാണ് സഭയിൽ ഇന്ന് മറുപടി നൽകിയത്. കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ, 2024 തന്നെ കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിച്ച് പാസാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MV രാജേഷാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. ബില്ലുകൾ ഉടൻ പരിഗണനയ്ക്കെടുത്ത് പാസാക്കുന്നതിനായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമെന്ന മന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം സഭ അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബില്ലുകൾ സഭ പരിഗണനയ്ക്കെടുക്കുകയും ചർച്ച കൂടാതെ പാസാക്കുകയും ചെയ്തു. കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു. നടപടി പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 12:36 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.